നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് രഞ്ജിത്തിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാകാൻ സാധ്യതയുണ്ട്. ആളെ പറ്റി പറയാം. അതിനു മുമ്പേ പറയാനുള്ളത്, ആള് വലിയ സന്തോഷത്തിലാണ്. അതായത് ഈ തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു, LDF സർക്കാർ പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പരാജയം തന്നെയാണ് സർക്കാരിനുണ്ടായത്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇനി അടുത്ത ആൾ വരാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും പിണറായി വിജയൻ സർക്കാർ തോറ്റതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞ ഒരാൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ വ്യക്തി രഞ്ജിത്താണ്. അദ്ദേഹം ഒരു മൈക്ക് ഓപ്പറേറ്റർ ആണ്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്, അതായത് ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പലപ്പോഴും പണി കൊടുത്തിട്ടുള്ളത്, വേദികളിൽ അദ്ദേഹം സംസാരിക്കാനൊക്കെ എത്തുമ്പോൾ പലപ്പോഴും പണി കൊടുത്തിട്ടുള്ളത് മൈക്കുകളാണ്. ഒരുപാട് സംഭവങ്ങൾ, ഒന്ന് രണ്ടുമെന്നുമല്ല, ആവർത്തിച്ച് 10 വർഷത്തിനിടയിൽ വേണമെങ്കിൽ ഒരു 10ഓളം വേദികളിൽ ഈ മൈക്ക് പിണറായി വിജയന് പണി കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെ അതിൽ അമർഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ കേസെടുത്ത് പുലിവാലായ സംഭവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് മറക്കാനാകില്ല. കാരണം അത്രത്തോളം ചർച്ചയായതും വിവാദമായതുമായ സംഭവമാണ്. അത്തരത്തിൽ പിണറായി വിജയന്റെ ദേഷ്യത്തിന് പാത്രമായ, അല്ലെങ്കിൽ ദേഷ്യം കിട്ടിയ ഒരു മൈക്ക് ഓപ്പറേറ്റർ ആണ് എസ് രഞ്ജിത്ത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് മൈക്ക് ഓപ്പറേറ്റർ എസ് രഞ്ജിത്ത്. വളരെയധികം സന്തോഷമുണ്ടെന്ന് വളരെ സന്തോഷത്തോടെ തന്നെ അദ്ദേഹം പറയുകയാണ്. പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് മൂളിയതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവം നേരിടേണ്ടി വന്നുവെന്നും സംസ്ഥാനത്ത് പിണറായി ഭരണം ഇല്ലാതായതിൽ സന്തോഷമുണ്ടെന്നുമായിരുന്നു മൈക്ക് ഓപ്പറേറ്റർ ആയിരുന്ന എസ് രഞ്ജിത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുമ്പോൾ മൈക്ക് തകരാറിലായിരുന്നു. അവിടെ വെച്ചാണ് എസ് രഞ്ജിത്തിന് മുട്ടൻ പണി കിട്ടിയത്. ഇതിന്റെ പേരിൽ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തു, ഉപകരണങ്ങൾ പിടിച്ചുവെച്ചു. വലിയ വിവാദമായതാണ്. ഒരുപാട് വിമർശനം പോലീസും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയും ഒക്കെ കേട്ട ഒരു സംഭവമാണ്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടയിൽ മൈക്ക് കേടായതിൽ കേസ് അന്വേഷണം നേരിട്ട മൈക്ക് ഓപ്പറേറ്ററാണ് LDFന്റെ ഈ തോൽവിയിൽ ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിനാണ് താൻ കോടതി കയറി ഇറങ്ങേണ്ടി വന്നതെന്നും കേസ് നടത്തേണ്ടി വന്നതെന്നും രഞ്ജിത്ത് പ്രതികരിച്ചു. പല സ്ഥലങ്ങളിലും പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ മൈക്ക് പ്രശ്നം ഉണ്ടായെങ്കിലും എന്റെ പേരിൽ മാത്രമാണ് കേസെടുത്തത്. താൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് എന്നെ മാത്രം വേട്ടയാടിയതെന്നും രഞ്ജിത്ത് പ്രതികരിക്കുകയുണ്ടായി. CPMന്റെ സൈബർ വേട്ടയാടലായിരുന്നു പിന്നീട് ഉണ്ടായത്. സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വേട്ടയാടിയെന്നും രഞ്ജിത്ത് വേദനയോടെ ഓർക്കുകയാണ്. അന്ന്, അതായത് ആ സംഭവം നടക്കുന്ന ദിവസം, പിണറായി പ്രസംഗിക്കുന്നതിനിടെ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെയാണ് ഒരു ക്യാമറാമാന്റെ ബാഗ് കൺസോളിൽ തട്ടി മൈക്ക് ഹൗളിംഗ് ഉണ്ടായത്. പക്ഷേ അത് മനഃപൂർവ്വം താൻ ചെയ്തതാണെന്ന ആരോപണമാണ് ഉണ്ടായത്. മുദ്രാവാക്യം വിളിക്കൊപ്പം ഹൗളിംഗ് കൂടി വന്നപ്പോൾ താൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പോലീസ് അടക്കമുള്ളവർ വിചാരിക്കുകയും അതിന് പിന്നാലെ തനിക്ക് ഇത്തരത്തിൽ നടപടികൾ നേരിടേണ്ടി വന്നു, നിയമപരമായ നടപടികൾ നേരിടേണ്ടി വന്നു. ഒരുപാട് ആ കേസിന് പിന്നാലെ ഒരു വലിയ പുലിവാലായി മാറുകയും ചെയ്തു. എന്തായാലും തനിക്കെതിരെ കേസെടുത്തു, ഉപകരണങ്ങൾ പിടിച്ചുവെച്ചു. പിന്നെ അത് നാണക്കേടായി എന്ന് അറിഞ്ഞതോടെയാണ് കേസ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അത്തരത്തിൽ സാധനങ്ങളൊക്കെ പിടിച്ചുവെച്ചു. തന്റെ ഉപജീവന മാർഗമാണ്. അത് വലിയ രീതിയിൽ വിവാദമായതാണ്. എന്തായാലും കോടതിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം, ഉത്തരവ് പ്രകാരം സാധനങ്ങൾ തിരിച്ചു കിട്ടുകയും ചെയ്തു. എന്തായാലും അതിന് പിന്നാലെ ഉപദ്രവമൊന്നും തീർന്നില്ല, വിമർശനങ്ങളും തീർന്നില്ല. ഫേസ്ബുക്കിലും മറ്റും വലിയ അധിക്ഷേപമായിരുന്നു തനിക്ക് നേരെ ഉയർന്നുകൊണ്ടിരുന്നത്. തന്നെ പോലെ ഒരുപാട് പേരെ ഇവർ ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭരണം മാറിയതിൽ വലിയ സന്തോഷം തോന്നുന്നു എന്നായിരുന്നു എസ് രഞ്ജിത്തിന്റെ പ്രതികരണം. നല്ലൊരു മുഖ്യമന്ത്രി വരുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും എസ് രഞ്ജിത്ത് പ്രതികരിക്കുകയുണ്ടായി. വട്ടിയൂർക്കാവിൽ വിജയിച്ച K മുരളീധരന്റെ പരിപാടിയിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ എത്തിയതായിരുന്നു രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം. അപ്പോഴാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ അദ്ദേഹം പെടുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി മാധ്യമങ്ങൾ ആരായുകയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട് എന്ന് രഞ്ജിത്ത് പ്രതികരിച്ചിരിക്കുന്നു. കോടതി ഉത്തരവിലൂടെയാണ് തനിക്ക് തന്റെ ഉപജീവന മാർഗം, അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത്. വലിയ വിവാദമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത്തരത്തിൽ മൈക്കിൽ ഹൗളിംഗ് ഉണ്ടായി എന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതും അത്തരത്തിൽ സാധനങ്ങൾ പിടിച്ചെടുത്തതും വലിയ വിവാദങ്ങൾക്കാണ് ആ സംഭവം വഴിവെച്ചത്. പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് കേസ് വേണ്ടെന്ന് പോലീസിന് നിർദ്ദേശം നൽകി. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് കേടായതിന് കേസെടുത്ത സംഭവത്തിൽ മൈക്ക്, ആംപ്ലിഫയർ, വയർ എന്നിവ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തി. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തടസ്സപ്പെട്ടത് മനഃപൂർവ്വമാണോ അതോ സാങ്കേതിക പ്രശ്നമാണോ എന്നായിരുന്നു പരിശോധിച്ചത്. പരിശോധനയ്ക്ക് ശേഷം മൈക്ക്, ആംപ്ലിഫയർ, വയർ എന്നിവ വിട്ടുകൊടുക്കുമെന്നും പോലീസ് വിശദീകരിച്ചതാണ്. പക്ഷേ മൈക്ക് കേടായതിന് കേസെടുത്ത നടപടിയിൽ പരിഹാസവും പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. സാങ്കേതിക പ്രശ്നത്തിന് പോലീസ് സ്വമേധയാ കേസെടുത്തത് ശരിയായില്ല എന്നായിരുന്നു കോൺഗ്രസ് പക്ഷം ഉയർത്തിയ
ആരോപണം. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുദ്രാവാക്യം വിളിച്ചത് അനാദരവായി കാണേണ്ടതില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അതായത് പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ജയ് വിളിച്ചത് അത് വലിയ രീതിയിലുള്ള വിമർശനം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതൊരു അനാദരവാണ് എന്ന തരത്തിലുള്ള വിമർശനമുണ്ടായി. പക്ഷേ അതിനെ അനാദരവായി കാണേണ്ടതില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം വിശദീകരിച്ചത്. മൈക്കിനെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം വലിയ രീതിയിൽ ഒരു പ്രതിഷേധമൊക്കെ അല്ലെങ്കിൽ ഒരു പ്രതികരണമൊക്കെ നടത്തിയിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ. അതേസമയം മുദ്രാവാക്യ വിളിയും മൈക്ക് കേടായതും ആസൂത്രിതമായുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് എതിർവാദത്തിൽ ശക്തമായിരുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. കന്റോൺമെന്റ് പോലീസായിരുന്നു സ്വമേധയാ കേസെടുത്തത്. കേരള പോലീസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. 118E KPA ആക്ട് പ്രകാരം പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്നതോ പൊതുസുരക്ഷയിൽ പരാജയപ്പെടുന്നതോ ആയ ഏതെങ്കിലും പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്യലാണ്. ആ ഒരു വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. അയ്യങ്കാളി ഹാളിൽ KPCC സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിലാണ് സംഭവം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്കിന് ഇടയ്ക്ക് സാങ്കേതിക തകരാറുണ്ടാകുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ രീതിയിൽ മൈക്ക് ഒരുപാടിടങ്ങളിൽ ചതിച്ചിട്ടുണ്ട്. തുടരെ മൈക്ക് വലിയ രീതിയിലുള്ള പണി കൊടുത്തിട്ടുണ്ട്. ആവർത്തിച്ച് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. നേരത്തെ MP-മാരുടെ യോഗത്തിൽ മൈക്ക് തകരാറിലാകുന്ന സംഭവം ഉണ്ടായി. താൻ ചെല്ലുന്നിടത്തെല്ലാം മൈക്കിന്റെ പ്രശ്നമേ ഉള്ളൂ എന്ന് അന്ന് തമാശ രൂപേണ അദ്ദേഹം പറയുകയുണ്ടായി. തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന യോഗത്തിനിടെയാണ് മൈക്ക് തകരാറിലായത്. നേരത്തെ ഒക്ടോബറിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നതിനിടെയും മുഖ്യമന്ത്രി മൈക്ക് ചതിച്ചു. മന്ത്രിസഭാ യോഗങ്ങൾ തീരുമാനങ്ങൾ വിശദീകരിച്ച് തുടങ്ങിയതിനിടെയായിരുന്നു സംഭവം. ഞാൻ വന്നിരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ എങ്ങനെയിരിക്കും, മൈക്കിന് എന്നോട് എപ്പോഴും ഇങ്ങനെയാണ്, അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായില്ലേ എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്തായാലും പിണറായി ഭരണം അവസാനിച്ചതിൽ ഒരു കൂട്ടം വിഭാഗം വലിയ സന്തോഷത്തിലാണ് എന്ന ട്രോളുകളൊക്കെ നേരത്തെയും ഉയർന്നതാണ്. അതായത് മൈക്ക് ഓപ്പറേറ്റർമാർക്ക് വലിയ സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും എന്നതടക്കമുള്ള ട്രോളുകളൊക്കെ നേരത്തെയും ഉയർന്നതാണ്. ആ ട്രോളുകൾ സത്യമായിരുന്നു എന്ന് തെളിയിക്കുകയാണ് രഞ്ജിത്തിന്റെ പ്രതികരണം. എന്തായാലും തന്നെ ഇത്രയും വലിയ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മനഃപൂർവ്വം തന്നെ ഒരു കരുവാക്കുകയായിരുന്നു, അത്തരത്തിൽ മനഃപൂർവ്വം തന്നെ കൊടുക്കുകയായിരുന്നു, അങ്ങനെ ഒരുപാട് നടപടികൾ താൻ നേരിടേണ്ടി വന്നു. എന്തായാലും LDF സർക്കാർ പരാജയപ്പെട്ടതിൽ താൻ വളരെയധികം സന്തോഷത്തിലാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.